നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷവും 4 മാസവും ബാക്കി നിൽക്കെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഏറെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിരക്കിട്ട സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിൽ അരങ്ങേറുകയുമാണ്. എന്നത്തെയും പോലെ കോൺഗ്രസിന്റെ പരിഗണനാ ലിസ്റ്റിൽ 3 പേരാണ് ഇടം പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇവരിൽ ആർക്ക് മുൻതൂക്കം എന്നതിൽ ഇതുവരെയും ഉത്തരത്തിലെത്തിയിട്ടുമില്ല. 2021 LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. 4ൽ 3ലും ജയിച്ചത് UDF ആയിരുന്നു. അതാവട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റുകളും. LDF അവരുടെ സിറ്റിംഗ് സീറ്റായി ചേലക്കരയും നിലനിർത്തി. തൃക്കാക്കര, പുതുപ്പള്ളി, ഏറ്റവും ഒടുവിൽ പാലക്കാടും UDFനൊപ്പം തന്നെ നിന്നു. എന്നാൽ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFനും UDFനും ഒരുപോലെ തന്നെ നിർണായകമായിരിക്കും. പിണറായിസം അവസാനിപ്പിക്കാൻ UDFന്റെ പിന്തുണയോടെ അൻവറിന് മറുപടി കൊടുക്കാൻ LDFും തയ്യാറെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം UDFന് അത്ര എളുപ്പമാകില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൈസ്തവ വോട്ടുകളുടെ പിന്തുണ ഉറപ്പിക്കാൻ VS ജോയിയെ അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരും ചർച്ചയിൽ സജീവമായി തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ്. കൂടാതെ വയനാടിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറിയായ ആലിപ്പറ്റ ജമീലയുടെ പേരും ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ജമീല. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയപ്പോൾ പ്രചരണ ചുമതലയും ജമീല വഹിച്ചിരുന്നു. ഇതോടെ നിലമ്പൂരിന് അവകാശികളായി 3 പേരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. ജമീലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരും സമ്മർദ്ദം തുടരുന്നതോടെ നേതൃത്വത്തിന്റെ ഇടപെടലിന് വേഗം കൂടണമെന്ന ആവശ്യവും ശക്തമാണ്. മലയോര മേഖലകളിലെ വന്യജീവി പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ പറഞ്ഞത് എങ്കിലും ജോയിയെ നിർദ്ദേശിച്ചതിന് പിന്നിൽ ആര്യാടൻ ഷൗക്കത്തിനെ വെട്ടാനുള്ള അൻവറിന്റെ നീക്കം ഉണ്ട് എന്നത് വ്യക്തം തന്നെയാണ്. KC വേണുഗോപാൽ, AP അനിൽകുമാർ തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ VS ജോയ്ക്ക് ഉണ്ടെങ്കിലും ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനാണ് മുൻഗണനയുള്ളത്. എന്നാൽ ഷൗക്കത്തിനെ അൻവർ പരാജയപ്പെടുത്തിയത് കൊണ്ട് തന്നെ വിജയസാധ്യത സംബന്ധിച്ച ആശങ്ക ഒരു വിഭാഗത്തിനുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ജമീലയെ പരിഗണിക്കണമെന്ന് പറയുന്നവർ പ്രധാനമായും 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ആദ്യത്തേത് മുസ്ലിം പ്രാതിനിധ്യം എന്നതാണ്. മറ്റൊന്ന് വനിതാ പ്രാതിനിധ്യവും. നിലവിൽ ഉമാ തോമസ് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായി നിയമസഭയിലുള്ളത്. കോൺഗ്രസിന്റെ ഒരു വനിതാ MLA കൂടി നിയമസഭയിൽ വന്നാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകും. മറ്റൊന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരാളായി മാറും എന്നതും ഒരു സവിശേഷത തന്നെയാണ്. നിലവിൽ ഷൗക്കത്തും ജോയും സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്തുണ്ട്. 2ൽ ഒരാളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ മറുപക്ഷം അടിയൊഴുക്കിന് ശ്രമിക്കുമോ എന്ന ആശങ്കയും പങ്കുവെക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ സമവായം എന്ന നിലയിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വന്നുകൂടായികയുമില്ല. 30 വർഷത്തോളം കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു നിലമ്പൂർ. ആര്യാടൻ മുഹമ്മദിലൂടെ UDF ആധിപത്യം സ്ഥാപിച്ച മണ്ഡലം. ആര്യാടൻ വിരമിച്ച ശേഷം ഈ മണ്ഡലം ഇടത്തേക്ക് ചാഞ്ഞ PV അൻവറിലൂടെയാണ്. 2016-ൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെതിരെ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് PV അൻവർ മണ്ഡലം പിടിച്ചെടുത്തത്. ഇടതുമുന്നണി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തു കഴിഞ്ഞു. മണ്ഡലത്തിൽ സ്വതന്ത്രർ വരുമോ എന്നൊക്കെ തന്നെ അപ്പോൾ നോക്കാമെന്നായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ അന്ന് പറഞ്ഞത്. നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിജയിപ്പിക്കുന്ന CPM ഫോർമുല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വിജയം കണ്ടതുമാണ്. 2021-ൽ ശക്തമായ മത്സരം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും VV പ്രകാശിനെതിരെ 2791 വോട്ടിനാണ് അൻവർ വിജയിച്ചത്. അൻവറിലൂടെ വിജയിച്ച ഫോർമുലയിൽ അൻവറിലൂടെ തന്നെ കൈപൊള്ളിയ പാർട്ടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർത്താനായിരിക്കും പ്രഥമ പരിഗണന നൽകുക. അങ്ങനെയെങ്കിൽ നാട്ടുകാരൻ എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിന്റെ പേരാകും CPMൽ ആദ്യ പരിഗണനയായി വരിക. സ്വരാജ് മത്സരിച്ചാൽ വീറും വാശിയും കൂടും. മുതിർന്ന നേതാവിനെ തന്നെ നിർത്തി സീറ്റ് നിലനിർത്തി അൻവറിസം തകർക്കാൻ തന്നെയാണ് CPM ശ്രമിക്കുക. അൻവറിന്റെ ക്രെഡിറ്റ് അല്ല ഇടതു വോട്ടാണ് തുണച്ചതെന്ന് ബോധ്യപ്പെടുത്താനായി CPMന് വിജയം അനിവാര്യവുമാണ്. സിറ്റിംഗ് സീറ്റ് കൈവിട്ട് കഴിഞ്ഞാൽ CPMന് അത് വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിലെയും സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും. നഗരസഭാ ചെയർമാൻ മട്ടുമൽ സലീം, M സ്വരാജ്, CPM ജില്ലാ കമ്മിറ്റി അംഗമായ VM ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗമായ ഷെറോണ റോയ് എന്നീ പേരുകളാണ് ചർച്ചയിൽ കേൾക്കുന്ന മറ്റുള്ളവരുടെ പേരുകൾ. BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താത്ത മണ്ഡലമാണ് എങ്കിലും സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരമായതിനാൽ തന്നെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. UDFും LDFും തമ്മിലാകും പ്രധാന മത്സരമെങ്കിലും ഫലം നിർണായകമാവുക അൻവറിനായിരിക്കും. ജോയി ആണെങ്കിൽ അൻവർ വാശിയോടെ രംഗത്തുണ്ടാകും. ഷൗക്കത്താണെങ്കിലും പിന്തുണയ്ക്കാതെ അൻവറിന് വേറെ തരമില്ല.
UDF തോറ്റു കഴിഞ്ഞാൽ മുന്നണിയിൽ കയറിപ്പറ്റുക എന്നത് അൻവറിന് ദുഷ്കരമാവുകയും ചെയ്യും. മറിച്ച് നിലമ്പൂർ ത്യജിക്കുകയും ഉപതെരഞ്ഞെടുപ്പിൽ UDF സീറ്റ് തിരിച്ചു പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അൻവറിന് UDFിലേക്കുള്ള കവാടം തുറക്കപ്പെടുകയും ചെയ്യും.